ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തേതെന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. ഡെലിവറി കഴിഞ്ഞിരിക്കുകയാണല്ലോ ഇപ്പോൾ ഞാൻ. അപ്പം എന്താ പറയുക, നമുക്ക് ഈ ഒരു ഡെലിവറി, അതിപ്പം നോർമൽ ഡെലിവറി ആണെങ്കിലും സി സെക്ഷൻ ആണെങ്കിൽ പോലും നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ പെയിന് കാര്യങ്ങളൊക്കെ, ഇപ്പം ബാക്ക് പെയിൻ ആയിക്കോട്ടെ, പുറം വേദന എടുക്കുക, അതുപോലെ തന്നെ രാത്രി എന്തായാലും കുഞ്ഞിനെയൊക്കെ നോക്കി പല പ്രാവശ്യം നമ്മൾ എഴുന്നേക്കേണ്ടതൊക്കെ വരും. അപ്പം എന്താണ്, ഉറക്കത്തിൻ്റെ പ്രശ്നം കൊണ്ട് തലവേദന എടുക്കുക, പിന്നെ ബോഡി ഫുള്ള് നീര് വയ്ക്കുക, അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഈ ഡെലിവറിയോടനുബന്ധിച്ച് ഉണ്ടാവും. എൻ്റെ ആദ്യത്തെ ഡെലിവറി, അതായത് അഫിയുടെ കേസിലാകുമ്പോൾ എനിക്ക് മറ്റുമിഷിയാണ് കേട്ടോ നമുക്ക് വേദുകുളി കാര്യങ്ങളൊക്കെ ചെയ്തു തന്നിരുന്നത്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ അങ്ങനെ ഭയങ്കര ഒരു ഡീറ്റെയിൽ ട്രീറ്റ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമല്ല. നമുക്ക് അന്നൊന്നും അതിനെക്കുറിച്ചിട്ട് അങ്ങനെ ഒരു അറിവോ കാര്യങ്ങളോ, ഭയങ്കരമായിട്ടുള്ളൊരു അറിവോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ പ്രാവശ്യം എന്തായാലും ഞാൻ ഇതിനൊരു പോസ്റ്റ് ഡെലിവറി ട്രീറ്റ്മെൻറ്റ് എടുക്കാമെന്ന് തന്നെ വിചാരിച്ചു. അങ്ങനെയാണ് നമ്മൾ കോഴിക്കോട് സമേതയിലെത്തുന്നത്. കോഴിക്കോട് പേരാമ്പ്ര ഉള്ളിയേരി എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ സമേത ആയുർവേദിക്സ്. അപ്പം ഇപ്പം നമ്മൾ നിലവിൽ ഇവിടെയാണ് ഉള്ളത്. ഇന്നിപ്പം ഞാൻ വന്നിട്ട് 8ാമത്തെ ദിവസമാണ് കേട്ടോ. അതായത് 8 ദിവസമായി വന്നിട്ട്. നമ്മളിവിടെ വരുമ്പോൾ തന്നെ നമുക്ക് ആദ്യം ഒരു കൺസൾട്ടേഷൻ ഉണ്ടാകും. അങ്ങനെ കൺസൾട്ടേഷൻ്റെ സമയത്താണെങ്കിൽ നമ്മളുടെ ഒരു കണ്ടീഷനൊക്കെ ഡോക്ടേഴ്സ് കറക്റ്റായിട്ട് മനസ്സിലാക്കും. അതായത് നമ്മളുടെ ബോഡി നമുക്ക് ബോഡിയിൽ നീര് കാര്യങ്ങളൊക്കെ ഉണ്ടോ, അതുപോലെ തന്നെ പെയിൻ ഉണ്ടോ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവർ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് നമ്മുടെ ബോഡിയുടെ കണ്ടീഷൻ എന്താണ്, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഒരു നിലവിലുള്ളൊരു അവസ്ഥ എന്നുള്ളത് കറക്റ്റ് മനസ്സിലാക്കിയതിന് ശേഷമാണ് അവർ ഓരോ പാക്കേജ് നമുക്ക് തരുന്നത് കേട്ടോ. അപ്പം ഇവിടുത്തെ ഡോക്ടർ പ്രഷ്യ, അപ്പം ഡോക്ടർ എനിക്ക് സജസ്റ്റ് ചെയ്തത് 10 ദിവസത്തെ പാക്കേജാണ്. അപ്പോൾ എനിക്കെന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമ്മുടെ നടുവിൻ്റെ ഇവിടെ ചെറിയൊരു പെയിൻ ഉണ്ടായിരുന്നുള്ളൂ, അത് വേറെ ബോഡിയിൽ നീര് വയ്ക്കുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ 10 ദിവസത്തെ പാക്കേജാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ 8ാമത്തെ ദിവസമാണ് ഇന്ന്. അപ്പോൾ ഇത്രയും ദിവസത്തെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും പറയാനില്ല കേട്ടോ, അടിപൊളിയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ 10 ദിവസമുണ്ട്, 14 ദിവസമുണ്ട്, 21 ദിവസമുണ്ട്, 28 ദിവസമുണ്ട്, ഇങ്ങനെയാണ് ഇതിൻ്റെ പാക്കേജ് വരുന്നത്. അപ്പം അത് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ബോഡിയുടെ കണ്ടീഷൻ വെച്ചിട്ട് നമുക്ക് പെയിൻ ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ ബോഡിയിൽ നീരൊക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ഈ പാക്കേജ് മാറിക്കൊണ്ടിരിക്കും. പിന്നെ നമുക്കിപ്പം എല്ലാവർക്കും അറിയാമല്ലോ പോസ്റ്റ് പാർട്ടം ഡിപ്രഷനെ കുറിച്ചിട്ട്. അത് ഇപ്പോഴത്തെ ഒരു ഇതിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് പ്രാധാന്യം കൊടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഈ 28 ദിവസമൊക്കെ എടുക്കുന്നത് പോസ്റ്റ് പാർട്ടം ഡിപ്രഷനൊക്കെ ഉള്ള ആളുകളാണ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇതെന്താ അങ്ങനെ, നമുക്കിപ്പം ഇങ്ങനൊരു ട്രീറ്റ്മെൻറ്റ് ചെയ്തതുകൊണ്ട് പോസ്റ്റ് പാർട്ടം ഡിപ്രഷനിലൊക്കെ മാറ്റം വരുമോ, അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് സെറ്റ് ആവുമെന്നൊക്കെ എനിക്കിങ്ങനെ ആദ്യം ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഒരു 8 ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് എനിക്കത് കറക്റ്റായിട്ട് മനസ്സിലായിട്ടോ. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഉഴിച്ചിൽ, അതുപോലെ തന്നെ കിഴിയിടുക, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വരുന്നതിന് മുമ്പ് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു, ഇത് എങ്ങനെയായിരിക്കും എന്നൊക്കെയുള്ളൊരു ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് ആദ്യത്തെ ദിവസം തന്നെ നമുക്കുണ്ടായൊരു മാറ്റം എന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതായിരുന്നു കേട്ടോ. നമ്മുടെ ബോഡി ശരിക്കും പറഞ്ഞാൽ ഒരു ഭാരമില്ലാത്ത രീതിയിലേക്കൊക്കെ ആവുമായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ മൈൻഡും സെറ്റ് ആവും. ഈ ഒരു നമ്മുടെ ഹെഡ് മസാജ്, ബോഡി മസാജ്, കിഴി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വേദുകുളിയും കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡ് തന്നെ റിലീഫ് ആവും. നമ്മുടെ ബോഡി റിലാക്സ് ആവുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ മൈൻഡും ഭയങ്കരമായിട്ട് റിലാക്സ് ആവും. അതുപോലെ നമുക്ക് ഉറക്കം കാര്യങ്ങളൊക്കെ പക്കായിട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ്, മൊത്തം ഒന്നും നമുക്ക് കാണിക്കാനായിട്ട് പറ്റില്ല, എന്നാലും ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ സമയം എനിക്ക് 8:30 ആകുമ്പോഴത്തേക്കുമാണ് ട്രീറ്റ്മെൻറ്റിന് കയറേണ്ടത്. അപ്പോൾ രാവിലെ നമുക്ക് ഒരു 7:30 ആകുമ്പോഴത്തേക്കും പാല്, പഴം, അങ്ങനത്തെ ഉള്ള ഫുഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും പക്ക കറക്റ്റായിട്ടാണ് കേട്ടോ. 9 നേരമായിട്ടാണ് നമുക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ തരുന്നത്. അത് ഞാൻ പുറകെ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇത് നമ്മൾ സമയതയിൽ വന്ന് ട്രീറ്റ്മെൻറ്റ് തുടങ്ങുന്ന ദിവസം എടുത്ത ക്ലിപ്പിങ്സാണ് കേട്ടോ. നമ്മൾ തലേദിവസമാണ് വന്നത്, രാത്രിയായി എത്തിയപ്പം. പിറ്റേ ദിവസമാണ് നമ്മൾ കൺസൾട്ടേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ കൺസൾട്ടേഷൻ സമയത്ത് നമ്മുടെ ബോഡിയുടെ കണ്ടീഷനും കാര്യങ്ങളും, പെയിൻ ഉണ്ടോ നീരുണ്ടോ എന്നൊക്കെ അവർ മനസ്സിലാക്കിയതിന് ശേഷമാണ് നമുക്ക് പാക്കേജ് കാര്യങ്ങളൊക്കെ തരുന്നത്. അപ്പം എനിക്കങ്ങനെ പ്രത്യേകിച്ച് പെയിന് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് 10 ദിവസത്തെ പാക്കേജാണ് കേട്ടോ എനിക്ക് സജസ്റ്റ് ചെയ്തത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ട്രീറ്റ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ളതൊക്കെ അവർ തരും. ഇതിപ്പോൾ ബേബീനെ കുളിപ്പിക്കാനുള്ള സോപ്പാണ്, അതുപോലെ തന്നെ ഇത് എനിക്ക് കുളിക്കാനുള്ള
എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം തന്നെ സമേതയുടെ തന്നെ പ്രൊഡക്ട്സാണ്, ഇവിടെ തന്നെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. പിന്നെ നമ്മൾ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ കണ്ണ് എഴുതണമല്ലോ, അപ്പോൾ കൺമഷി അതുപോലെ തന്നെ ലിപ് ബാം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാനുള്ള ഓയിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ബേബീനെ കുളിപ്പിക്കുമ്പോൾ എന്താണ് തലയിൽ തേക്കാനുള്ളത് അതുപോലെ തന്നെ ബോഡിയിൽ തേക്കാനുള്ള സൂത്തനിങ് ഓയിൽ കാര്യങ്ങളൊക്കെ തന്നു. പിന്നെന്താണ് നമുക്കൊരു ടർക്കി ഉണ്ടായിരുന്നു. പിന്നെ ട്രീറ്റ്മെൻറ്റ് സമയത്ത് നമുക്ക് ഇടാനുള്ള ഗൗണ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ബ്രഷും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് അവർ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം പിന്നെ ചായയോടെയൊക്കെ കഴിഞ്ഞിട്ട് ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഞാൻ പോയിട്ടോ. അങ്ങനെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് തുടങ്ങാൻ കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഹെഡ് മസാജാണ്. അതിന് യൂസ് ചെയ്യുന്നത് സമേതയുടെ തന്നെ ഹെയർ ഓയിലാണ് കേട്ടോ. അപ്പോൾ ബേബി ഇങ്ങനെ രാത്രി ഇടയ്ക്കിടയ്ക്കൊക്കെ എഴുന്നേൽക്കുമല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഫീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളും കൂടി എഴുന്നേൽക്കണം എന്നുള്ളതുകൊണ്ട് തന്നെ ഉറക്കമൊന്നും കറക്റ്റ് ശരിയാവാറില്ല. എല്ലാ അമ്മമാർക്കും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. പക്ഷേ എനിക്കെന്നൊക്കെ പറഞ്ഞാൽ പകൽ കിടന്നാലും ഉറക്കം വരില്ല കേട്ടോ. എങ്ങനെയൊക്കെ കിടന്നാലും ഉറക്കം വരില്ല, രാത്രി ആവണം ഉറങ്ങണമെങ്കിൽ. പക്ഷേ രാത്രി ഇതുപോലെ ഫീഡ് ചെയ്യാൻ എഴുന്നേൽക്കുന്നതുകൊണ്ട് ഉറക്കം കറക്റ്റ് ആവാറുമില്ല. പക്ഷേ ഈ ഒരു ഹെഡ് മസാജ് ഉണ്ടല്ലോ, നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ തലയ്ക്കൊക്കെ ഒരു നല്ല സുഖമാണ്, ശരിക്കും ഉറക്കമൊക്കെ കിട്ടും. നമുക്ക് നന്നായിട്ട് തന്നെ ഒരു മസാജ് ചെയ്ത് കുറേ സമയം എടുത്ത് മസാജ് ചെയ്തിട്ടാണ് ഹെയർ പാക്കൊക്കെ ഇടുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് കഴിഞ്ഞ് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് പോയി കിടക്കുമ്പോൾ തന്നെ നല്ല ഉറക്കം കിട്ടും കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഹെഡ് മസാജ് കൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഉപകാരപ്പെട്ടു. പിന്നെ ഇതാണ് ഹെയർ പാക്ക്, ഇതും സമേതയുടെ തന്നെ പ്രൊഡക്റ്റാണ് കേട്ടോ. സമേത ഹെയർ മാസ്ക് ആണ്. അപ്പം ഇത് നമ്മൾ ഹെഡ് നന്നായിട്ട് മസാജ് ചെയ്തതിന് ശേഷം നമ്മുടെ തല നിറച്ചും ഈ ഒരു പാക്ക് ഇടുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മുടെ തലമുടി നല്ല രീതിയിൽ പിന്നീട് വരുന്നത് ഫേസ് മസാജാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ തലയിൽ ഫുള്ള് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം മുടി നന്നായിട്ട് മുകളിലേക്ക് കെട്ടി വെക്കാനായിട്ട് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഫേസ് മാസ്ക് ഇടുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ കയറി കിടക്കണം. അപ്പോൾ നമ്മൾ ഹെഡ് മസാജിന് ശേഷം ഫേസ് മസാജ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇതും സമേതയിൽ തന്നെ ഉണ്ടാക്കുന്ന ഓയിൽ വെച്ചിട്ടാണ് കേട്ടോ ഫേസ് മസാജ് ചെയ്യുന്നത്. നമ്മുടെ ഫേസിൽ അതുപോലെ തന്നെ കഴുത്തിലൊക്കെ നന്നായിട്ട് തന്നെ ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷമാണ് ഒരു മസാജ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതും നമ്മൾ ഹെഡ് മസാജിൻ്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് നന്നായിട്ട് നല്ല രീതിയിലൊരു റിലാക്സേഷൻ കിട്ടുന്നതായിരിക്കും ഇത് കഴിയുമ്പോൾ. ഇതും നല്ല സമയം എടുത്തിട്ട് തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഫേസ് ഗ്ലോ ചെയ്യാനും അതുപോലെ നമുക്ക് നല്ലൊരു റിലാക്സേഷൻ കിട്ടാനും ഇത് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഹെഡ് മസാജിന് ശേഷം നമ്മൾ ഹെയറിൽ പാക്ക് ഇട്ട പോലെ തന്നെയാണ് നമ്മൾ ഫേസ് ഇപ്പം മസാജ് ചെയ്യുന്നത് കഴിഞ്ഞു. അതിന് ശേഷം നമ്മൾ ഒരു ഫേഷ്യൽ മാസ്ക് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുകയാണ് കേട്ടോ. ഈ ഒരു ഫേഷ്യൽ മാസ്കും സമേതയുടെ തന്നെ പ്രൊഡക്റ്റാണ്. അപ്പോൾ നമ്മുടെ കഴുത്തിൽ അതുപോലെ തന്നെ മുഖത്തൊക്കെ നന്നായിട്ട് തന്നെ ആ ഒരു മാസ്ക് അപ്ലൈ ചെയ്തു. ഇതിന് ശേഷമാണ് നമ്മൾ ബോഡി മസാജ് ചെയ്യുന്നത്. അത് പ്രസവരക്ഷ ഓയിൽ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യണത്. എന്നിട്ട് നമ്മൾ മഞ്ഞളൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ബോഡി ഫുള്ള് കയ്യ് കാല് പുറം അതുപോലെ തന്നെ നമ്മുടെ ബോഡി ഫുള്ള് ഇവർ ഈ ഒരു ഓയിൽ വെച്ചിട്ട് മസാജ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ പെയിൻ ഉള്ളിടത്ത് ഇപ്പോൾ ചിലർക്ക് കൈക്കായിരിക്കും വേദന, ചിലർക്ക് കാലിനായിരിക്കും, അതുപോലെ തന്നെ പുറവേദന ഉള്ളവരുണ്ടാകും, നടുവേദന ഉള്ളവരുണ്ടാകും. അപ്പോൾ അതൊക്കെ നന്നായിട്ട് തന്നെ ഈ ഒരു മസാജിലൂടെ മാറ്റം വരും കേട്ടോ. എനിക്കെന്ന് പറഞ്ഞാൽ ഈ ഇരുന്നിട്ട് എഴുന്നേൽക്കുമ്പോഴും അതുപോലെ തന്നെ കിടന്നിട്ട് എഴുന്നേൽക്കുമ്പോഴൊക്കെ പെട്ടെന്ന് ഒരു നടുവിനൊരു പിടുത്തം പോലെ ഫീൽ ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ അവരോട് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്ത് പ്രത്യേക ഒഴിച്ചിലും കാര്യങ്ങളൊക്കെ നടത്തി കിഴിയൊക്കെ പിടിച്ചിട്ട് നമുക്ക് ആ ഒരു പെയിൻ ആ ഒരു അസ്വസ്ഥതയും കാര്യങ്ങളൊക്കെ അവർ പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ബോഡി ഫുള്ള് മസാജ് ചെയ്തതിന് ശേഷം പിന്നീട് കിഴിയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ പൊടിക്കിഴി അതുപോലെ തന്നെ ഇലക്കിഴി, നാരങ്ങാക്കിഴി, ഞവരക്കിഴി അതൊക്കെ ഉണ്ട്. എനിക്ക് ഡോക്ടർ സജസ്റ്റ് ചെയ്തത് പൊടിക്കിഴിയായിരുന്നു. ധാന്യങ്ങളൊക്കെ ചേർത്ത് അവരുടെ മെഡിസിനും കാര്യങ്ങളൊക്കെ ചേർത്ത് പ്രിപ്പയർ ചെയ്യുന്ന ഒരു കിഴിയാണ്. അതായിരുന്നു എനിക്ക് സജസ്റ്റ് ചെയ്തത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ കുറച്ച് ദിവസം ഒഴിച്ചിൽ മാത്രമായിരുന്നു, പിന്നീടാണ് കിഴി സ്റ്റാർട്ട് ചെയ്തത്. നന്നായിട്ട് തന്നെ ആ ഒരു പെയിനുള്ള ഭാഗത്ത് അവർ ഈ ഒരു കിഴി ഇടുന്നതായിരിക്കും. അപ്പം നമുക്ക് നല്ലൊരു മാറ്റം വരും കേട്ടോ. ആദ്യത്തെ ദിവസം തന്നെ നമുക്ക് നല്ല രീതിയിൽ മാറ്റം വരുന്നുണ്ട്. അങ്ങനെ കിഴിയും കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ ബോഡിയിൽ ഫുള്ള് മഞ്ഞൾ കാര്യങ്ങളൊക്കെ ഇടുന്നത് കേട്ടോ. അപ്പം നമ്മുടെ മഞ്ഞൾ അറിയാലോ, നമുക്ക് നല്ലൊരു സ്കിന്നിനൊക്കെ നല്ലൊരു തിളക്കം വെക്കാനും നന്നായിട്ടൊന്ന് കളർ വെക്കാനൊക്കെ അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്.
എനിക്ക് ലാസ്റ്റ് ഒരു 2-3 ഡേയ്സ് ഞവരക്കിഴിയായിരുന്നു കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് 7, 8, 9 ദിവസങ്ങളിൽ അവർ ഞവരക്കിഴിയാണ് ചെയ്തത് ബോഡി ഫുള്ള്. അതിനുശേഷം പിന്നെ 10ാമത്തെ ദിവസത്തെ ഞാനെടുത്ത ക്ലിപ്പിങ്സ്, അതായത് നമ്മളിവിടുന്ന് പോകുന്ന ദിവസം ലാസ്റ്റത്തെ ദിവസം നമ്മളെടുത്ത ക്ലിപ്പിങ്സ് ആണ് കേട്ടോ ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ ലാസ്റ്റത്തെ ദിവസം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പോലെ തന്നെ ഹെഡ് മസാജ് കാര്യങ്ങളൊക്കെ ചെയ്യും. അതിനുശേഷം പിന്നെ ഫേഷ്യലാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫേഷ്യലിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് റെഡിയാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. മഞ്ഞൾ, പിന്നെ ഫേസിലിടാനുള്ള പാക്ക് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ ഫേഷ്യൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യം തന്നെ സാധാരണ പോലെ ഓയിൽ വെച്ചിട്ട് നമ്മുടെ ഫേസ് ഫുള്ള് മസാജ് ചെയ്യും, ഫേസും കഴുത്തൊക്കെ. അതിനുശേഷം പിന്നെ മഞ്ഞൾ അപ്ലൈ ചെയ്യാൻ കേട്ടോ. മഞ്ഞൾ ഫുള്ള് അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ട് തന്നെ സ്ക്രബ് ചെയ്ത് തരുന്നുണ്ട് കേട്ടോ. പിന്നെ അതിനുശേഷം ഈ നമ്മുടെ ഫേസിൽ എന്തെങ്കിലുമൊക്കെ ബ്ലാക്ക് ഹെഡ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്ത് തരുന്നുണ്ട്. അങ്ങനെ ഓരോ പാക്ക് ഇടുമ്പോഴും നന്നായിട്ട് തന്നെ അവർ സ്ക്രബ് ചെയ്ത് മസാജ് ചെയ്ത് തരുന്നുണ്ട് കേട്ടോ. പിന്നെ ഏറ്റവും ലാസ്റ്റാണ് ആ ഒരു ഞവര ഫേഷ്യൽ നമ്മുടെ മുഖത്ത് സെറ്റ് ചെയ്ത് തരുന്നത്. അപ്പോൾ നന്നായിട്ട് നമ്മുടെ ആ ഒരു സ്ക്രബ് അതുപോലെ തന്നെ മസാജും കാര്യങ്ങളൊക്കെ നമ്മുടെ ഫേസിന് കിട്ടുന്നതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഫേസ് ഗ്ലോ ചെയ്യാനും കളർ വയ്ക്കാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ലാസ്റ്റത്തെ ദിവസം ഫേഷ്യൽ കഴിഞ്ഞതിന് ശേഷം നമ്മൾ സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുത്തിയേക്കുന്നതാണ് കേട്ടോ. അത് ദേഹത്ത് ഫുള്ള് എണ്ണ ഇട്ടതിന് ശേഷമാണ് സ്റ്റീം ചെയ്യുന്നത്. അപ്പോൾ ഇതുവഴി നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും നീര് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ പെയിനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് മാറുന്നതായിരിക്കും. പിന്നെ അതിന് ശേഷമാണ് ധാര സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതൊരു നൈസ് എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഇത് കഷായധാരയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ തലയ്ക്കൊക്കെ നല്ല തണുപ്പ് കിട്ടാനും ഉറക്കമൊക്കെ കിട്ടാൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ 21 ദിവസത്തെ 28 ദിവസത്തെ പാക്കേജൊക്കെ എടുക്കുന്നവർ, ഈ ഒരു ഡിപ്രഷൻ കാര്യങ്ങളൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ആ 28 ദിവസത്തെ പാക്കേജൊക്കെയാണ് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ധാരയിലൂടെയാണെന്നാണ് കേട്ടോ ഡോക്ടർ പറഞ്ഞത്. കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല രീതിയിൽ മെൻ്റൽ സ്ട്രെസ്സ് അതുപോലെ തന്നെ ഉറക്കമില്ലായ്മയൊക്കെ അങ്ങനത്തെ ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ധാര ചെയ്യുന്നതോടുകൂടി ആ ഒരു പ്രശ്നം മാറി കിട്ടും. അങ്ങനെ ഈ ട്രീറ്റ്മെൻറ്റിനെല്ലാം ശേഷം നമ്മൾ വേദു കുളിക്കാൻ വേണ്ടിയിട്ട് പോകും. അങ്ങനെ വേദു കുളി കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ രാസ്നാദി ചൂർണ്ണം നമ്മുടെ നെറുകയിൽ തിരുമൂട്ടും. അതിനുശേഷം ധൂമപാനം ചെയ്യും. അതെന്ന് വെച്ചാൽ മൂക്കിൽ കൂടി പുക വലിച്ച് വായിൽ കൂടി പുറത്ത് വിടുന്നത്. അപ്പോൾ അത് നമുക്ക് ഈ തലനീരൊക്കെ ഇറങ്ങി ചുമയും കഫക്കെട്ടൊക്കെ വരാതിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ അതിനുശേഷം നമ്മൾ കേശധൂപനമാണ് ചെയ്യുന്നത്. അത് നമ്മുടെ മുടി പെട്ടെന്ന് ഉണങ്ങാനും പിന്നെ മുടിയിൽ ഈ കായൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വരാതിരിക്കാനും പിന്നെ നീർക്കെട്ടുണ്ടാകാതിരിക്കാനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അങ്ങനെ ഈ ട്രീറ്റ്മെൻറ്റ് എല്ലാം കഴിഞ്ഞ് നമ്മൾ റൂമിലെത്തി കഴിഞ്ഞ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ സമയതയുടെ തന്നെ കൺമഷി അതുപോലെ തന്നെ ലിപ് ബാം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് കൺമഷി ഉപയോഗിച്ച് കണ്ണെഴുതുക, പിന്നെ ലിപ് ബാമും കൂടി അപ്ലൈ ചെയ്യണം കേട്ടോ. അപ്പോഴേക്കും എന്ത് ചെയ്യും, നമ്മുടെ ഉച്ചയ്ക്കത്തെ ഫുഡൊക്കെ വന്ന് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ സമയത്തിലെ ട്രീറ്റ്മെൻറ്റ് ഒക്കെ കേട്ടോ. അപ്പം ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ എനിക്ക് ഫസ്റ്റ് ഡെലിവറിക്ക് ശേഷം അങ്ങനത്തെ ഒരു ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഈ യൂട്യൂബിൽ അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടതാണ് കേട്ടോ സമയത്തിനെക്കുറിച്ച് ആദ്യമായിട്ട് അറിയുന്നത്. പിന്നെ എനിക്ക് നേരിട്ട് പരിചയമുള്ള ഒരാളുടെ ഡയറക്റ്റ് റിവ്യൂവും ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് സമയതയിലേക്ക് എത്തിച്ചേരുന്നത്. രണ്ടാമത്തെ ഡെലിവറി പോസ്റ്റ് ഡെലിവറി ട്രീറ്റ്മെൻറ്റ് ഇവിടെയാണെന്ന് തന്നെ തീരുമാനിച്ചത്. അപ്പോൾ ഇവിടുത്തെ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, നൈസായിരുന്നു. കാരണം ഇവിടുത്തെ ഓരോ സ്റ്റാഫും, ഇവിടുത്തെ ഡോക്ടേഴ്സ് ആയിക്കോട്ടെ അതുപോലെ തന്നെ നമ്മുടെ സിസ്റ്റർമാരായിക്കോട്ടെ എല്ലാവരും ഭയങ്കര ഒരു കെയറിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എനിക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്തത് ആതിര സിസ്റ്ററും അതുപോലെ തന്നെ സരിത സിസ്റ്ററും ആയിരുന്നു കേട്ടോ. നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടുന്നവരാണെന്നുള്ളൊരു ഫീലോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല രീതിയിൽ അവർ ട്രീറ്റ്മെൻറ്റ് ചെയ്തു. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ അപ്പോൾ ക്ലിയർ ചെയ്ത് തരുന്നുണ്ടായിരുന്നു. പിന്നെ സമേതയുടെ മെയിൻ ബ്രാഞ്ചാണിത്, കോഴിക്കോട് ഉള്ളേരിയിലുള്ളത്. അതുപോലെ തന്നെ തിരുവനന്തപുരത്തുണ്ട്, പിന്നെ കൊച്ചിയിൽ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. പിന്നെ നമ്മുടെ കോഴിക്കോട് ബീച്ച് സൈഡിൽ ലക്ഷറി സൈഡൊന്നും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ പ്രഷർ ഡോക്ടറും മറ്റു ഡോക്ടേഴ്സും സ്റ്റാഫും എല്ലാം അടിപൊളിയായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ 101% സാറ്റിസ്ഫൈഡ് ആണ്. ശരിക്കും ഇവിടുന്ന് പോകുക എന്ന് പറയുമ്പോൾ ഒരു സങ്കടമൊക്കെ ഉണ്ട് കേട്ടോ. കാരണം ഇത്രയും ദിവസം 10 ദിവസം ഉണ്ടായിരുന്നുള്ളൂ, എന്നാലും പെട്ടെന്ന് ഇങ്ങനെ ദിവസം പോയ പോലെ. ഞാൻ പറഞ്ഞ പോലെ 10 ദിവസം 14 ദിവസം 21 ദിവസം 28 ദിവസം അങ്ങനെ ഡിഫറെൻറ്റ് പാക്കേജസ് ഒക്കെ ഉണ്ട്. നമ്മുടെ ബോഡിയുടെ കണ്ടീഷൻ അനുസരിച്ച് പെയിന് കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് കേട്ടോ അവർ ഈ പാക്കേജ് കാര്യങ്ങളൊക്കെ സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നല്ല സർവീസാണ്. നമുക്കൊക്കെ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു സർവീസ്
ഡോക്ടേഴ്സ് തന്നെയാണ് കേട്ടോ. ധൈര്യമായിട്ട് നമുക്കിവിടെ വരാം, ട്രീറ്റ്മെൻറ്റ് എടുക്കാം, നല്ല റിസൾട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഓക്കെ, അപ്പം സമേതയുടെ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഇൻസ്റ്റാഗ്രാം പേജ് ലിങ്ക് കോൺടാക്ട് നമ്പർ കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.